സിനിമ ഉണ്ടായിരുന്നു. രണ്ട് സിനിമ സിനിമ നല്ലോണം സിനിമ നൈസാണ്, അടിപൊളി നല്ല നല്ല കുഴപ്പമില്ല, നല്ല സിനിമ, നല്ലൊരു അടിപൊളി പടം. ഭയങ്കര ടിസ്റ്റായി പോയി. അടിപൊളി പെർഫോമൻസ്. നൈസാണ്. ചേട്ടാ സിനിമ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ത്രില്ലിംഗ് ആയിരുന്നു നമുക്ക്. അതെ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫിലിം, സസ്പെൻസ് മൊത്തം ഉണ്ട്, കുറേ നേരം സസ്പെൻസ് ഒക്കെ ഉണ്ട്. നല്ല സിനിമ, നല്ല ത്രില്ലിംഗ്, സൂപ്പർ, അടിപൊളി, നല്ല ആക്ടിങ്, നല്ല ഡയറക്ഷൻ സൂപ്പർ, ആക്ടിങ് രണ്ടുപേരും അടിപൊളിയാണ്. ജീത്തു ജോസഫ് ആൻഡ് അർഫാസ് അടിപൊളിയായിരുന്നു. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ട്വിസ്റ്റ് എല്ലാം ഭയങ്കര കറക്റ്റ് അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാ ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു ത്രില്ലറാണ്, ഫാമിലി ആയിട്ട് പോയി കാണാം. ഇഷ്ടപ്പെട്ടു. റീസെന്റ് ഇറങ്ങിയ മൂവീസിന് നല്ല മൂവിയാണ്. ബിജു മേനൻ, ജോജു ഇസ് ജസ്റ്റ് വാവ്. ജോജു അവരെല്ലാവരും അടിപൊളി. ന്യൂ ആയിട്ട് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് നല്ലതായിരുന്നു. നല്ല മൂവിയാണ്. ജിത്തു ജോസഫിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു പോലീസുകാരൻ്റെ മനസ്താപകരണമെന്ന് പറയാം. കാരണം ഏതൊരു കുറ്റം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അനുഭവിച്ചേ പോവുള്ളൂ. അതാണ് ഇതിൽ കാണിക്കുന്ന ഒരു ഇത്. കാരണം അങ്ങനെയാണ് ലോകം, അങ്ങനെയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു ത്രില്ലിങ്, വ്യത്യസ്തമായിട്ടുള്ള. ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ അമ്മ ദൃശ്യം അതുപോലെയുള്ള കാണുന്ന പോലെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഇത് എന്താ പറഞ്ഞാൽ ഇതാണ് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാവങ്ങളുടെ ഒരു പരിഹാരം നമ്മൾ മനസ്താപപ്പെട്ട് ചെയ്യുക എന്നുള്ളൊരിതാണ് ഇതിൽ കാണിക്കുന്നൊരു ക്ലൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതായിരിക്കുക. നല്ലൊരു ഇതുണ്ട്. ഇതിൽ അഭിനയിച്ചവരൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബിജു മേനോനൊക്കെ ആണെങ്കിൽ വ്യത്യസ്തമായിട്ട്, പിന്നെ ജോജുവിൻ്റെ ഒക്കെ വ്യത്യസ്തമായ കഥാപാത്രം, ലെന, ഞാൻ അഭിനയിച്ച പിള്ളേരൊക്കെ നല്ല രീതി. എന്തോ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, കണ്ടിരിക്കാം, നല്ലൊരു